ഈ രഘു നിന്നെ ഇപ്പൊ വിളിക്കാറുണ്ടോ? ഇല്ല, ഇപ്പൊ ഇങ്ങോട്ട് വരാറുമില്ല. പ്രകാശനില്ലാത്തോണ്ടാണെന്ന് തോന്നുന്നു. അപ്പൊ ഇതിങ്ങനെ അങ്ങ് പോട്ടെ. ഇനി അങ്ങനെ വിളിക്കുമ്പോ എന്താ വേണ്ടെന്ന് നോക്കാം. അതിനു മുന്നേ അരുന്ധതിയായിട്ടൊന്ന് ഞാൻ സംസാരിക്കട്ടെ. ഭീകര ഡിസ്കഷൻ ആണല്ലോ വക്കീല്. കേസ് വിളിക്കാറായില്ലേ മോന, അതിന്റെ ടെൻഷൻ കാണും. അല്ല വക്കീലേ, ഞാൻ അന്നൊരു ദിവസം പാതിരാത്രി ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ടെറസീന്ന് കണ്ടു എന്ന് പറഞ്ഞത് എന്തിനാന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു. പറ വക്കീലെ, പറഞ്ഞിരുന്നോ? ഉറക്കം വരാത്തത് കൊണ്ട് ടെറസിൽ പോയി എന്നല്ലേ എങ്ങനെ പറഞ്ഞത്? അതെ, അതെങ്ങനെ ആവണിക്കറിയാം? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു, തെളിവ് സഹിതം കണ്ടുപിടിച്ചു. നീ എന്ത് സത്യമാണ് കണ്ടുപിടിച്ചത്? അതൊക്കെ ഞാൻ പറയാം, ഇവിടെയല്ല, അങ്ങ് കോടതിയിൽ. എല്ലാരും അറിയട്ടെ, കുഞ്ഞുങ്ങളും അറിയട്ടെ അച്ഛന്റെ തനി സ്വഭാവം എന്താന്ന്. സത്യം സത്യമായിട്ട് പറ മോന, അല്ലെ കേസ് തോറ്റു പോട്ടോ. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക വക്കീലെ നിങ്ങളുടെ കക്ഷിയെ. വക്കീലൊന്ന് അല്ല വച്ചേ, അങ്ങനെ എന്തോ ശരിക്കും ടെറസ് ചെയ്തോണ്ടിരുന്നേ? അതൊരു സർപ്രൈസാ, അങ്ങനെ പറയണ്ടെന്നാ അരുന്ധതി മാഡം പറഞ്ഞത്. നിനക്ക് എല്ലാ കാര്യത്തിനും ഞാൻ വേണം. സർപ്രൈസും രഹസ്യമല്ല അരുന്ധതിയായിട്ട്. ഞാൻ എന്ത് ചെയ്യാനാ? എന്നോട് പറയണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ. ആ, നീ എന്തേലും ചെയ്യും. ആ രഘുവിനെ വിളിച്ചാ നീ ഒറ്റയ്ക്ക് പോയി സംസാരിക്കാൻ നിൽക്കണ്ട. ചേച്ചി, കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം. നിനക്ക് പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? ഞാനും കൂടെ വന്നിട്ട് നീ പോയാ മതി. ശരി, ചേച്ചി പറയുന്ന പോലെ. എന്നാലും എന്തിനായിരിക്കും മോഹൻ ടെറസിൽ പോയി നിന്നത്? ആ, ദിവസം 3 നേരം വെല്ലുവിളിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. അവളെ അവളുടെ അച്ഛനെയും പുറം ലോകം കാണിക്കരുതെന്ന് പറഞ്ഞിട്ടേ അയാൾ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങിപ്പോയി. ഇവളെ ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ അമ്മ. മോഹന, പദ്ധതികൾ നടപ്പാക്കുമ്പോ എല്ലാം വിജയിക്കണം എന്നില്ല. ചിലപ്പോ ഒന്നേ വിജയിക്കുള്ളൂ. അതുവരെ നമ്മൾ പുതിയ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടേയിരിക്കണം.